അപ്പോൾ ആശാ വർക്കേഴ്സിന് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് സർക്കുലർ നൽകിയത്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടരുന്ന ആശാ വർക്കേഴ്സ് നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കുകയും ചെയ്യും. സലിം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലിം, മുൻപ് തന്നെ പല പ്രതിപക്ഷം ഭരിക്കുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും സമാനമായ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നതാണ്. അവർ ഓണറേറിയം അവരുടെ വേതനം ഉൾപ്പെടെ കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ KPCCയുടെ നിർദ്ദേശം കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? SKN പ്രവിത വിജയകുമാർ, KPCC ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സർക്കുലർ പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. ഇതിനു മുൻപ് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ കോർപ്പറേഷനുകളിലുമൊക്കെ ആശാവർക്കർമാർക്ക് ഓണറേറിയ വർധനവ്, ഒപ്പം തന്നെ ഇൻസെന്റീവ് വർധനവ് എന്നിവ വിവിധ ഇടങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. അതൊരു നയപരമായ തീരുമാനമായി തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഔദ്യോഗിക സ്വഭാവത്തിൽ KPCC അധ്യക്ഷൻ തന്നെ അത്തരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് ഒരു കത്ത് അയക്കുന്ന, ഒരു സർക്കുലർ എന്ന നിലയിൽ കത്ത് അയക്കുന്നത്. അവരവരുടെ പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ കോർപ്പറേഷൻ അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ അതിന്റെ ഏത് പരിധിയിലാണെങ്കിലും ശരി, അവരുടെ നിലവിലുള്ള വരുമാനത്തിനനുസരിച്ച് ഒരു വർധനവ് ഉണ്ടാകണം. അത് ഇൻസെന്റീവായും ഓണറേറിയമായും ഒക്കെ നൽകണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സംസ്ഥാന സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് തങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി KPCC അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉൾപ്പെടെ അയച്ച കത്തിൽ പറയുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ള പഞ്ചായത്തുകളിലും ഇത്തരത്തിലൊരു വർധനവ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലുമൊക്കെ ആ നിലയിൽ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ ഈ സമരം 49ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ 50 ദിവസം പൂർത്തിയാവുകയാണ്. 50 ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു വലിയ സമരം അതിന്റെ ഒരു വലിയ നിലയിലേക്ക് മാറുന്ന സാഹചര്യം കാണുകയും ചെയ്യും. കാരണം നാളെ മുടിമുറിക്കൽ സമരം ഉൾപ്പെടെയാണ് ഇവർ പദ്ധതിയിടുന്നത്. നിരാഹാരം 11ാം ദിവസവും തുടരുകയാണ്. നാളെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുടിമുറിച്ചുകൊണ്ട് ആ സമരത്തിന് മറ്റൊരു തലത്തിൽ ശ്രദ്ധ ലഭിക്കുക എന്നുള്ള നിലയിലാണ് നിലവിൽ ഈ സമരം തുടരുകയും ചെയ്യുന്നത്. ഇപ്പോ നിരാഹാരം തുടരുകയാണല്ലോ. അപ്പൊ നാളെ ഈ മുടിമുറിക്കൽ സമരം കൂടി ആണ്. അപ്പോ എങ്ങനെയാണ് സമരം കടുപ്പിക്കുക? തന്നെയാണ് സമരം കടുപ്പിക്കുകയാണ്. ഞങ്ങൾ ഇത് നേടുന്നത് വരെയും ഞങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. സർക്കാർ കണ്ണു തുറക്കാത്തടത്തോളം കാലം ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കട്ടെ. അതാണ് സർക്കാരിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ആരോഗ്യം എത്ര ഈ സർക്കാരിന് വേണ്ടിയിട്ടല്ലേ, അതായത് ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ ഞങ്ങളുടെ ജീവനും കൂടെ ആരോഗ്യവകുപ്പിന് കൊടുക്കാം. എന്തായാലും ഇപ്പോൾ ഈ ഉഷ്ണതരംഗം ഉൾപ്പെടെ ഉണ്ട്. 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുതെന്ന് സർക്കാരിന് നിർദ്ദേശമുണ്ട്. അതിനിടയിലാണ് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് തുമ്പത്ത് 11 ദിവസമായി 3 സ്ത്രീകൾ നിരാഹാരം കിടക്കുന്നത്. 49 ദിവസമായി നിരവധി സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുന്നത്. എന്തായാലും നാളത്തെ സമരം അത് വലിയ നിലയിൽ വലിയ ശക്തമായ സമരമാക്കി മാറ്റാനാണ് നിലവിൽ ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. SKN.